ഞാൻ മുരളി മേനോൻ, ഒരു സംഗീതോപാസകനാണ്. സിതാർ എന്ന സംഗീതോപകരണമാണ് എൻ്റെ മുഖ്യമായിട്ട് ഞാൻ വായിക്കുന്നത്. സംഗീത സംവിധാനവും അങ്ങേയറ്റം ഞാൻ ചെയ്യുന്നുണ്ട്. സംഗീതത്തിൻ്റെ ഒരു സബര്യ ജീവിതത്തിൽ മൊത്തം ഉണ്ടായിട്ടുണ്ട്. സർ, സംഗീതം ദൈവത്തിൻ്റെ വരദാനമാണല്ലോ. അപ്പോൾ നമ്മുടെ എല്ലാ ജീവജാലങ്ങളിലും സംഗീതത്തിൻ്റെ ഒരു അംശം നിറഞ്ഞിരിപ്പുണ്ട്. സംഗീതത്തിന് മനുഷ്യരെ മാറ്റിയെടുക്കാനുള്ള കഴിവുമുണ്ട്. അപ്പോൾ സംഗീതത്തിൻ്റെ ഈ മാർഗത്തിലൂടെ ഏറെ ദൂരം സഞ്ചരിച്ച ഒരാളെന്ന നിലയ്ക്ക് സാറിൻ്റെ ബാല്യകാലത്തെ പറ്റി ഒന്ന് പറയാമോ? എൻ്റെ ബാല്യം എന്ന് പറയുമ്പോൾ, ഞാൻ ജനിച്ചത് കക്കിടിപ്പുറം എന്നൊരു ഗ്രാമത്തിലാണ്. ആലങ്കോട് വില്ലേജിലുള്ള കക്കിടിപ്പുറം എന്ന ഗ്രാമത്തിലാണ് എൻ്റെ ജനനം. അത് മലപ്പുറം ജില്ലയിലാണ്. തീർച്ചയായും എൻ്റെ ബാല്യം വളരെ എല്ലാവരുടേതും പോലെ തന്നെ വളരെ സന്തോഷപ്രദവും ആനന്ദപ്രദവുമായിരുന്നു. പ്രത്യേകിച്ച് ഫ്യൂഡലിസത്തിൻ്റെ അന്ത്യകാലത്തിൻ്റെ സൗന്ദര്യം ഞങ്ങളുടെ നാട്ടിൽ നിറഞ്ഞു നിന്നിരുന്നൊരു പശ്ചാത്തലമായിരുന്നു. നെൽവയലുകളും പ്രകൃതി രമണീയമായ ഒരു ടോപ്പോഗ്രാഫി ആയിരുന്നു അവിടെ. കുന്നും പുഴയും തോടുകളും നെൽപ്പാടങ്ങളും മാവും തെങ്ങും കവുങ്ങും വാഴക്കൂട്ടങ്ങളും ഒക്കെ കലർന്ന പ്രകൃതി രമണീയമായ ഒരു ഞങ്ങളുടെ ആലങ്കോട് കക്കിടിപ്പുറം ഗ്രാമത്തിൻ്റെ ഓർമ്മകൾ തീർച്ചയായും ബാല്യത്തെക്കുറിച്ച് പറയുമ്പോൾ മറക്കാൻ പറ്റില്ല. ഒരു വ്യക്തിയുടെ സാമൂഹിക ജീവിതത്തിലും സ്വഭാവ രൂപീകരണത്തിലും ഒക്കെ വിദ്യാഭ്യാസത്തിന് വളരെ വലിയൊരു പങ്കുണ്ട്. അപ്പോൾ സാറിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ പറ്റി ഒന്ന് പറയാമോ? തീർച്ചയായും ഗ്രാമങ്ങളിലുള്ള ചില സവിശേഷത എന്ന് പറയുന്ന ഒരു സ്കൂൾ അവിടെ ഉണ്ടാവും. സ്കൂളിന് ചുറ്റും ഒരു നല്ല ഗ്രൗണ്ട് ഉണ്ടാവും. അവിടെ നമ്മൾ ഓടിക്കളിച്ച് പഠിച്ച് വളർന്ന ഓർമ്മകൾ തീർച്ചയായും ഉണ്ടായിരിക്കും. അത്തരം ഓർമ്മകൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ കക്കിടിപ്പുറം സ്കൂളിൽ ഞാൻ പഠിച്ച കാലം ഒരു എഴുത്തച്ഛൻ്റെ സ്കൂളായിരുന്നു. എഴുത്തച്ഛൻ എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ എഴുത്ത് പഠിപ്പിക്കുന്നവരായിരുന്നു ആ കുടുംബം. അപ്പോൾ ആ കുടുംബത്തോടുള്ള കടപ്പാട് ആ ഗ്രാമത്തിലെ എല്ലാവർക്കും ഉണ്ട്. അപ്പം അത്തരമൊരു കുടുംബത്തിൻ്റെ സ്കൂളായിരുന്നു കക്കിടിപ്പുറം KV UP സ്കൂൾ എന്ന് പറയുന്നത്. ആ വിദ്യാലയത്തിലെ ഒരു 7ാം ക്ലാസ് വരെ പഠിച്ചു. അതോടൊപ്പം തന്നെ തുടർന്നുള്ള പഠനം എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ 2 ജ്ഞാനപീഠ ജേതാക്കളെ സൃഷ്ടിച്ച മഹാകവി അക്കിത്തത്തെയും MT വാസുദേവൻ നായരെയും അവർ പഠിച്ച വിദ്യാലയമാണ് കുമരനെല്ലൂർ ഹൈസ്കൂൾ. ആ വിദ്യാലയത്തിലാണ് എൻ്റെ ഹൈസ്കൂൾ ജീവിതം ഉണ്ടായിട്ടുള്ളത്. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ ഇന്നും ഒരു നിധി പോലെ കാണുന്നു. കുമരനെല്ലൂർ എന്ന വാക്ക് കേട്ടാൽ തന്നെ കോരിത്തിരിക്കുന്ന ഒരു അനുഭവമാണ്. അത്ര വലിയൊരു സ്കൂള്. എൻ്റെ അമ്മയും അമ്മയുടെ അമ്മ ആദ്യത്തെ ഞങ്ങളുടെ നാട്ടിലെ ടീച്ചറായിരുന്നു. ആ ടീച്ചർ പഠിപ്പിച്ച കുമരനെല്ലൂർ സ്കൂളിൽ തന്നെ എനിക്ക് പഠിക്കാനുള്ളൊരു സൗഭാഗ്യമുണ്ടായി. മഹാകവി അക്കിത്തത്തിൻ്റെയും MT വാസുദേവൻ നായരുടെയും ഗ്രേസ് നിറഞ്ഞു നിന്ന ഒരു സ്കൂൾ, ഹൈസ്കൂൾ.
ഫുട്ബോളിന് വലിയ ചരിത്രം, കായിക മത്സരങ്ങളുടെ ചരിത്രം, സാംസ്കാരിക ചരിത്രം, സംഗീത പാരമ്പര്യം എന്നുവേണ്ട എല്ലാ നാടകം, കവിത, സയൻസ് ക്ലബ്ബ്, ഇങ്ങനെയുള്ള എല്ലാവിധ നാനാവിധത്തിലുള്ള സാംസ്കാരിക വളർച്ചയ്ക്ക് ഉള്ളൊരു പശ്ചാത്തലം കുമരല്ലൂർ സ്കൂളിലുണ്ടായിരുന്നു. എൻ്റെ ഭാഗ്യമായിട്ട് ഞാനത് ഇന്നും നേരത്തെ പറഞ്ഞ പോലെ ഞാനത് ഹൈലൈറ്റ് ചെയ്യാണ്. എൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് സ്റ്റുഡൻറ്റ് മഹാകവി അക്കിത്തത്തിൻ്റെ മകൻ ദേവൻ ആയിരുന്നു. വാസുദേവൻ എന്നുള്ള ദേവൻ വലിയ ചിത്രകാരനാണ്. എന്തുകൊണ്ടാണ് ഈ അക്കിത്തം ഫാമിലിയോട് ഇത്ര ഒരു മമത എന്ന് പറഞ്ഞാൽ അത് പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഉള്ളൊരു ബന്ധമാണ്. ഞങ്ങളുടെയൊക്കെ ഏറ്റവും മൂത്ത ഒരു കാരണവർ അന്ന് ആദ്യത്തെ അധ്യാപകൻ ആയിരുന്നു, അക്കിത്തത്തിൻ്റെ ഗുരുനാഥനായിരുന്നു അദ്ദേഹം. അപ്പോൾ ആ ഒരു ചരിത്രം ഉണ്ണികൃഷ്ണ മേനോൻ, ടി കെ ഉണ്ണികൃഷ്ണ മേനോൻ. എൻ്റെ അച്ഛനും അധ്യാപകനായിരുന്നു. എൻ്റെ അച്ഛൻ ഞങ്ങളുടെ വീട്ടിലെല്ലാവരും, എൻ്റെ ബ്രദർ, എൻ്റെ സിസ്റ്റർ എല്ലാവരും ടീച്ചിങ് ലൈനിലാണ്. ഞാൻ മാത്രമേ ബാങ്കിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ബാല്യകാലത്തിൻ്റെ ആ ഒരു സ്ട്രക്ചറിങ് എന്ന് പറയുന്നത് ഇത്ര നല്ല 2 സ്കൂൾ കിട്ടി എന്നുള്ളതാണ് എനിക്ക്. പ്രത്യേകിച്ച് എൻ്റെ ഈ സംഗീതാഭിരുചി ഉള്ളതുകൊണ്ട്, സാഹിത്യാഭിരുചിയൊക്കെ ഉള്ളതുകൊണ്ട്, സാഹിത്യാഭിരുചി എന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണം എൻ്റെ അച്ഛൻ നല്ലൊരു എഴുത്തുകാരനായിരുന്നു, നല്ലൊരു കവിയായിരുന്നു. അച്ഛൻ്റെ മുളന്തണ്ട് അക്കിത്തം, മഹാകവി അക്കിത്താണ് ആമുഖം എഴുതിയത്. ശ്രീ ലീലാകൃഷ്ണൻ, എൻ്റെ ക്ലോസസ്റ്റ് സ്റ്റുഡൻറ്റ് ലീലാകൃഷ്ണനാണ് എൻ്റെ മറ്റൊരു ആമുഖം എഴുതിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ആ ഒരു സാഹിത്യത്തിനോടുള്ള ഒരു അഭിനിവേശം അല്ലെങ്കിൽ അഭിരുചിയൊക്കെ വളരാനുള്ളൊരു പശ്ചാത്തലം ഈ 2 സ്കൂളിലുണ്ടായിരുന്നു. അതാണ് എൻ്റെ ബാല്യകാലത്തിൽ എനിക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ളത്. അവിടെ പ്രത്യേകിച്ച് കക്കടിപ്പുറം സ്കൂളിൽ ഒന്നുമില്ലാത്ത ഒരു ഇത്ര വലിയ ഇൻഫ്രാസ്ട്രക്ചറൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ, അതായത് 1970s കാര്യമാണ് ഞാൻ പറയുന്നത്. ആ കാലഘട്ടത്തിൽ ഊണും ഉറക്കമൊഴിച്ച് നാടകങ്ങൾ റിഹേഴ്സൽ ചെയ്ത് മാസങ്ങളോളം റിഹേഴ്സൽ ചെയ്തൊരു നാടകം അവതരിപ്പിച്ചിരുന്ന കാഴ്ച ഞാനതൊക്കെ ഒളിഞ്ഞു നിന്ന് നോക്കിയിട്ടുണ്ട്. ചെറിയ കുട്ടിയാകുമ്പോൾ നാടകത്തിന് പാടാനും നാടകത്തിൽ അഭിനയിക്കാനും ഒക്കെ എനിക്ക് അവസരം ആ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കക്കടിപ്പുറം സ്കൂളിൽ നിന്നാണ് എൻ്റെ സംഗീതത്തിൻ്റെ ആദ്യ പടി എന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം എൻ്റെ ഭാസ്കര മാഷും എൻ്റെ ബാലകൃഷ്ണൻ മാഷ, അല്ലെങ്കിൽ ഞങ്ങൾ കൈവേല മാഷ എന്നാണ് പറഞ്ഞിരുന്നത്, അഭിനയിക്കാനുള്ള ശക്തിയുള്ള 2 വ്യക്തികളായിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും പറയാൻ കാരണം നാടകവും സംഗീതവും സാഹിത്യവും ഒരുപോലെ. സാഹിത്യം എന്ന് പറയുമ്പോൾ അവിടെ സാഹിത്യ സമാജങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ സാഹിത്യ സമാജത്തിലൊക്കെ ഞങ്ങൾ മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ഞിമ വിടരും പുലർകാലെ നിന്നു ലളിതേ നീയൻ മുന്നിൽ നിർവൃതി തൻ പൊൻ കതിർ പോലെ എന്നൊക്കെ ആവേശത്തോടെ എന്താ പറയുക എല്ലാം മറന്ന് ചൊല്ലി അച്ഛൻ പഠിപ്പിച്ചതായിരുന്നു അതൊക്കെ. അച്ഛൻ താരാട്ട് പാടിയിട്ടാണ് ഉറക്കിയിരുന്നത്. ബാല്യം എന്ന് പറയുമ്പോൾ അതൊക്കെ എൻ്റെ മധുര സ്മരണകളാണ്. കണ്ണും പൊട്ടിയുറങ്ങുക നീയൻ കണ്ണേ താമര പൊന്നു മകനേ, ഇതൊക്കെ അച്ഛനിങ്ങനെ ചൊല്ലിത്തരുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ നീലാരണ്യ നിജോള നിവേഷ്ടിത നിഹാരാർദ്ര മഹാദ്രികളിൽ കാനന സജ്ജല കന്യക ഇന്നി കനകക്കതിരുകൾ വിരിയിക്കേ, ഇത്തരം വരികളൊക്കെ അച്ഛൻ ചൊല്ലി എന്നെ ഉറക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു ബാല്യത്തിൻ്റെ അച്ഛൻ്റെ സാഹിത്യം കൊണ്ടുള്ള തലോടലുകളും സംഗീതത്തിൻ്റെ ഒരു അവസരങ്ങളും എല്ലാം എനിക്ക് വളരെ മുതൽക്കൂട്ടായി എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാതിരിക്കാൻ വയ്യ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാതാപിതാക്കളുടെ സ്ഥാനം വളരെ വലുതാണ്. അവരേത് മേഖലയിലുള്ള ആളോ ആയിക്കോട്ടെ, മാതാപിതാക്കൾക്കൊരു വലിയ പങ്ക് അവരുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ സാറിൻ്റെ സംഗീത ജീവിതത്തിൽ മാതാപിതാക്കൾക്കുള്ള സ്ഥാനം എത്രമാത്രമാണ്? അമ്മയുടെ വീട് എന്ന് പറയുന്നത് തൃക്കണ്ടിയൂർ കളത്തിൽ എന്ന ഒരു മേനോൻ ഫാമിലിയാണ്. വലിയൊരു പാരമ്പര്യമുള്ള വലിയൊരു തറവാട്ടിലെ അമ്മയായിരുന്നു എനിക്ക് കിട്ടിയത്. കാരണം ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ഗ്രാമത്തിലെ ആദ്യത്തെ ടീച്ചർ എൻ്റെ അമ്മയുടെ അമ്മയായിരുന്നു. ആ നാട്ടിലെ ഒരു പ്രത്യേക സ്ഥാനം ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായിരുന്നു.
അതൊരു വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥാനമായിരുന്നു, സാമ്പത്തിക സ്ഥാനമായിരുന്നില്ല. കലയും സംഗീതവും സാഹിത്യവും ഒക്കെ ത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോം പോലെ ഞങ്ങളുടെ വീട് നിറഞ്ഞു നിന്നിരുന്നു. അച്ഛൻ MT കുട്ടികൃഷ്ണമേനോൻ, മതിലകത്ത് തെക്കുംപുറത്തെ ഫാമിലിയിലെ ഒരു മേനോൻ ഫാമിലിയിലെ പാരമ്പര്യമുള്ളൊരു ഫാമിലിയിൽ വളരെ ഡിസിപ്ലിൻഡായിട്ട് അധ്യാപക ജീവിതം നയിച്ച ഒരു വ്യക്തിയാണ്. ഹെഡ് മാസ്റ്ററായിരുന്നു. ആലങ്കോട് സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിട്ട് റിട്ടയർ ചെയ്ത എൻ്റെ അച്ഛൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം അച്ഛൻ ആദർശങ്ങളുടെയും കലയുടെയും നല്ല വഴികൾ എനിക്ക് കാട്ടിത്തന്നതാണ്. എൻ്റെ അധ്യാപകരെക്കാൾ ഉപരി ഒരു പടി മുന്നിൽ അച്ഛൻ എന്നെ പഠിപ്പിച്ചതെല്ലാം നല്ല വഴികളായിരുന്നു. ജ്ഞാനത്തിൻ്റെയും കലയുടെയും ഉദാത്തമായ കലയുടെ, വെറുതെ ഒരു കലയല്ല, കവിതയുടെ ലോകം പൂർണ്ണമായും ചങ്ങമ്പുഴിയും വള്ളത്തോളും കുമാരനാശാനും എന്നുവേണ്ട എല്ലാ കവിത്രയങ്ങളെയും മാത്രമല്ല ഞാൻ പറയുന്നത്, എല്ലാ ചെറുശ്ശേരി മുതൽ എല്ലാ കവിതകളും ബൈഹാർട്ടായിരുന്നു എൻ്റെ അച്ഛൻ. അപ്പോൾ അച്ഛൻ കവിത ചൊല്ലിക്കല്ലി ജീവിതം മുഴുവൻ കവിത ചൊല്ലി അവസാനം മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് പോലും അച്ഛൻ കവിത ചൊല്ലുകയായിരുന്നു. തുഞ്ചന്റെ നെഞ്ചിലെ കൊഞ്ചും കിളിപ്പെണ്ണേ പഞ്ചമരാഗ പ്രതീക സൗഭാഗ്യമേ വേദേതിഹാസങ്ങൾ വാഴ്ത്തും ജിഹ്വതൻ ചേതോഹരമ ചലനതാളങ്ങളിൽ ഭാർഗവക്ഷേത്ര പരിശുദ്ധവേദിയിൽ ഭാസുര ഭക്തി പ്രകാശനാളങ്ങളിൽ സോപാന സംഗീതനാദം ഇടയ്ക്കയൊത്തോരോ യുഗത്തിൻ കഥകൾ ഉരയ്ക്കവേ. ചങ്ങമ്പുഴയുടെയും ബാലാമണിയമ്മയുടെ കവിത, അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വഴി, അതൊക്കെ എല്ലാം ഇങ്ങനെ അച്ഛൻ എല്ലാം ബൈഹാർട്ടായിരുന്നു. അപ്പോൾ ഈ കവിതകൾ കേട്ടാണ് ഞാൻ വളർന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഒരുപക്ഷെ അച്ഛൻ്റെ ഈ സംഗീതവും കവിതയും പാട്ടും എല്ലാം എന്നെ ഇത്രയധികം സ്വാധീനിച്ചത്. MT കുട്ടികൃഷ്ണമേനോൻ എന്ന വ്യക്തി എനിക്ക് എൻ്റെ അച്ഛൻ മാത്രമല്ല, എൻ്റെ കലയുടെ ഗുരുനാഥനും, എൻ്റെ എല്ലാവരും ഭൂമിയിലെ ദൈവങ്ങളാണ് മാതാപിതാക്കൾ എന്നൊക്കെ പറയുന്നെങ്കിലും അച്ഛൻ്റെ അത് പ്രത്യേകിച്ച് ഞങ്ങളുടെ വീട്ടിൽ വെച്ച് നാടകത്തിൻ്റെ റിഹേഴ്സലുകളടക്കം, ആ ഗ്രാമങ്ങളിലുള്ള കലാസമിതികളുടെ റിഹേഴ്സലുകൾ, സ്കൂളിൻ്റെ പരിപാടികളുടെ റിഹേഴ്സൽ, പിന്നെ ഇതിനൊക്കെ ഒരു അച്ഛന് നല്ലൊരു എന്താ പറയുക കായികമായ തലങ്ങളിൽ എല്ലാ സപ്പോർട്ടും ചെയ്തിരുന്നു. ഫുട്ബോൾ കളി, വോളിബോൾ കളിക്കുക, അതിനൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഞങ്ങളുടെ ബാല്യകാലം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഉള്ള പോലെ ഒരു കളിച്ച് വളരാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പഠനം പോലെ തന്നെ കളിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതുകൊണ്ട് അതിനൊക്കെയും പ്രൊമോട്ട് ചെയ്തിരുന്നു. എവിടെ ഫുട്ബോൾ കളി ഉണ്ടെങ്കിലും, ഫുട്ബോൾ നമ്മുടെ ഒരു വീക്ക്നെസ് ആയിരുന്നു ഞങ്ങളുടെ നാട്ടിൽ. പാടത്തും കുന്നിൻ്റെ മുകളിലുള്ള ഗ്രൗണ്ടിലും സ്കൂൾ ഗ്രൗണ്ടിലൊക്കെ 24 മണിക്കൂർ ഫുട്ബോൾ കളിച്ച് നടന്നിരുന്ന ഒരു ബാല്യകാലത്ത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അന്ന് എൻ്റെ കൂടെ ക്ലാസ്സിലും സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന പിന്നെ ജൂനിയേഴ്സും സീനിയേഴ്സും ഒക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഈ അച്ഛൻ്റെ നേതൃത്വത്തിൽ പിന്നെ ഈ ഒരു പ്രോത്സാഹനത്തിൻ്റെ പശ്ചാത്തലം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്, ഇന്ന് വളരെ സാംസ്കാരിക രംഗത്ത് ഉയർന്നു നിൽക്കുന്ന ആലങ്കോട് ലീലാകൃഷ്ണൻ അടക്കം അച്ഛൻ്റെ സ്റ്റുഡൻ്റാണ്. അവരൊക്കെ വന്നിരുന്നു എൻ്റെ വീട്ടിൽ. സന്തൂർ വാദകനായ ഹരി ആലങ്കോട്, പിന്നെ അങ്ങനെ ഒരുപാട് പ്രതിഭകൾ എൻ്റെ വീട്ടിൽ വളരെ ഫ്രീക്വൻ്റായി വന്നിരുന്നവരായിരുന്നു. അപ്പോൾ ഈ മാതാപിതാക്കളുടെ കാര്യം ഞാൻ അതുകൊണ്ടാണ് ഇത്രയധികം ബഹുമാനത്തോടെ സ്മരിക്കുന്നത്. എനിക്ക് വയലിൻ പഠിക്കണമെന്നുള്ള ആഗ്രഹം വന്നപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ സ്കൂളിലെ ഒരു അധ്യാപക നിലയ്ക്ക് അന്നത്തെ ശമ്പളം എന്ന് പറയുന്നത് 400-500 രൂപയൊക്കെയാണ് ഒരു സ്കൂൾ അധ്യാപകൻ്റെ ശമ്പളം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ. ആ ഫുൾ എമൗണ്ടും ഒരു കറുത്ത ബാഗിൽ അച്ഛൻ വെച്ചിട്ട്, ശമ്പളം കിട്ടിയ ബാഗും വെച്ച് ഞാൻ വയലിൻ വാങ്ങിത്തരാം എന്ന് പറഞ്ഞിട്ട്
എന്നെ കൊണ്ടുപോയി തൃശ്ശൂർ കൊണ്ടുപോയിട്ട് അച്ഛൻ എനിക്ക് വയലിൻ വാങ്ങി തന്നിട്ട് തിരിച്ചു പോരുമ്പോൾ 10-15 രൂപ അച്ഛൻ്റെ ബാഗിൽ ബാക്കിയുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമായിരുന്നു. അത്രയും എൻ്റെ ആഗ്രഹങ്ങളെ പൂർണ്ണമായും പ്രത്യേകിച്ച് കലയിൽ തീർച്ചയായും കോളേജ് പഠനത്തിനൊക്കെ അച്ഛൻ എന്നെ ഗൈഡ് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ കലാപരമായ വേദികളിലേക്ക് അച്ഛൻ എന്നെ കൊണ്ടുപോകുമായിരുന്നു. ഞാനൊരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് എപ്പോഴും പറയാനുള്ളതാണ് അച്ഛൻ്റെയും അമ്മയുടെയും ആ ഒരു സപ്പോർട്ട്. അമ്മയുടെ ബ്രദർ TK മേനോൻ എൻ്റെ അമ്മാവനായിരുന്നു എന്നെ എൻ്റെ ഉപരിപഠനത്തിനും മറ്റെല്ലാ ജോലി സാധ്യതകൾക്കൊക്കെ എന്നെ പൂർണ്ണമായും സഹായിച്ച ശ്രീ TK മേനോൻ വലിയൊരു എഴുത്തുകാരനായിരുന്നു, ചെറുകഥാകൃത്തായിരുന്നു, നാടക സംവിധായകനായിരുന്നു, നാടക നടനായിരുന്നു. അപ്പോൾ ആ ഒരു പാരമ്പര്യം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പറയാതിരിക്കാം. ആഡഡ് ഫ്ലേവർ ടു ദ കൾച്ചറൽ ആക്ടിവിറ്റീസിനോ ഇൻ ദ ഫാമിലി അതുണ്ടായിരുന്നു. എൻ്റെ ബ്രദർ T രാംദാസ് മാഷ്, അവനധ്യാപകനാണ്, അസലായി പാടും, നന്നായി പാടുന്നു. കുമരൽ സ്കൂളിലൊക്കെ പാട്ടിൽ ഫസ്റ്റായിരുന്നു. എൻ്റെ പേര് രാംദാസ് എന്നുള്ളതാണ്. എനിക്ക് ഒരുപാട് ഏട്ടനെ പറ്റി പറയാമെന്ന് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. കാരണം ജീവിതമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഞങ്ങൾ വളർന്ന സാഹചര്യങ്ങൾ, കേരളത്തിലെ പ്രശസ്തരായ ഒരുപാട് ആൾക്കാരെ കൂട്ടിയോജിപ്പിച്ച് തരുന്നതിൽ വലിയൊരു പങ്ക് ഏട്ടനുണ്ട്. കവികളായിട്ടും അതുപോലെ തന്നെ കലാകാരന്മാർ, സാഹിത്യകാരന്മാർ, ഇവരെയൊക്കെ ലിങ്ക് ചെയ്യിക്കാൻ എനിക്ക് ഈ ബന്ധങ്ങളിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ജയ്പൂർ ചെന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും വലിയ സംഗീത ഗുരു സിത്താർ അഭ്യസിപ്പിക്കുന്നത് കാണാനും, അതുപോലെ തന്നെ ആ ഗുരുവിൻ്റെ കീഴിൽ അവിടെ ഏട്ടനെ പഠിക്കുന്നതും അവിടുത്തെ ഒരു ഡെമോൺസ്ട്രേഷനായിട്ട് പ്രോഗ്രാം ചെയ്യുന്നതുമൊക്കെ നേരിൽ കാണാനും അതിൻ്റെ ഒപ്പം സഞ്ചരിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് കവിതകൾ എനിക്ക് ട്യൂൺ ചെയ്തിട്ടുണ്ട്. ഞാൻ സത്യത്തിൽ കോളേജിലൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ലളിതഗാനം, മലയാള പദ്യം, അതുപോലെ തന്നെ കഥാപ്രസംഗം, ഈ മൂന്നിലും സമ്മാനം യൂണിവേഴ്സിറ്റി തലങ്ങളിലടക്കം വാങ്ങിക്കുന്നതിൻ്റെ പിന്നിൽ ഏട്ടൻ്റെ കൈകളായിരുന്നു. അത് എന്നെ എന്ന് മാത്രമല്ല, എൻ്റെ അനിയത്തിക്കും അതുപോലെ തന്നെ ഗാനങ്ങൾ സെലക്ട് ചെയ്യുന്നതിലും സമ്മാനങ്ങൾ വാങ്ങിക്കുന്നതിലും വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം പല അർത്ഥങ്ങളിലും അത് സംഗീതം, അതുപോലെ തന്നെ കളികൾ, അതുപോലെ ഉയർച്ച, വായന, ഇതിലൊക്കെ വലിയൊരു പങ്ക് വഹിച്ച ഒരു വ്യക്തിത്വമാണ് എൻ്റെ ഏട്ടൻ്റേത്. എൻ്റെ അനിയത്തി ഇപ്പോൾ ഡോക്ടർ സതി മേനോൻ, സതി ഗോപാലകൃഷ്ണൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു, ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്. അവളും നന്നായിട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ഞങ്ങളുടെ ബാല്യകാല സ്മൃതികൾ പറയാൻ നിന്നാൽ ഒരുപാടുണ്ട്. അപ്പോൾ ഏട്ടൻ എന്ന് പറഞ്ഞാൽ സന്ധ്യാനാമം തൊട്ടിട്ട് എല്ലാ കാര്യത്തിലും ഞങ്ങൾക്കൊരു ലീഡർഷിപ്പായിരുന്നു. ഏട്ടൻ ആദ്യമായിട്ട് വീട് വിട്ടു പോകുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ വയ്യ ആ സങ്കടം. എന്താ കാരണം എന്ന് വെച്ചാൽ സംഗീതത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും എപ്പോഴും പാട്ടായിട്ടും അച്ഛനൊരു റിഹേഴ്സൽ നടത്തിയായിരുന്നു ഈ നാടകത്തിൻ്റെ. അപ്പോൾ ഏട്ടൻ അതൊക്കെ കേട്ടിട്ട് ഞങ്ങളെ ഇങ്ങനെ പാട്ട് പാടിപ്പിക്കും, ഓരോ തരത്തിലും പാട്ട് ഏട്ടൻ തന്നെ ട്യൂൺ ചെയ്യും. അന്നേ ഉണ്ട് ഈ ട്യൂണിങ്. പിന്നെ അതന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ, തൂണിൽ ഇങ്ങനെ കൊട്ടിയിട്ട് ആ താളം കറക്റ്റായിട്ട് എല്ലാവർക്കും അതിങ്ങനെ കേൾപ്പിച്ചു തരും. പിന്നെ കുറച്ച് ട്യൂൺ ചെയ്യണ ഇങ്ങനെ വോക്കലായിട്ട് പറയും. സ്വയംവര കന്യക എന്നുള്ള ആ പാട്ടൊക്കെ പാടുമ്പോണ്ടല്ലോ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സ്വയം എടുക്കും. 14 രാവുച്ചതൊക്കെ അല്ലേ, എന്ത് രസമായിട്ട് അതിൻ്റെ വോക്കലായിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ പാടും. അന്നേ അങ്ങനെ ഒരു പ്രകൃതമാണ്. പിന്നെ ഇവിടെ അമ്പിളി കലാസമിതിയിൽ തുടങ്ങിയപ്പോൾ ഈ വട്ടംകുളത്ത് സംഗീതം പഠിപ്പിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ ഏട്ടനാണ് വയലിൻ. ഏട്ടൻ തന്നെ സ്വയം സെലക്ട് ചെയ്തു ആ വാദ്യോപകരണം. അങ്ങനെ നന്നായി വായിക്കും. അതാ ഞാൻ ഈ കലാ ഫാമിലി എന്ന് പറഞ്ഞപ്പോൾ, കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, അവരെല്ലാം അനിയനും അനിയത്തി ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്നിട്ട് എന്നും പഴയ ചലച്ചിത്രഗാനങ്ങൾ റേഡിയോയിൽ 7:45 തോന്നുന്നു, 7:30 ചലച്ചിത്രഗാനങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കച്ചേരിയും പാട്ടുകളൊക്കെ ആയിരുന്നു. ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ആ വ്യക്തിയുടെ കുടുംബമാണ്. സാറിൻ്റെ കുടുംബ പശ്ചാത്തലത്തെ പറ്റി ഒന്ന് പറയാമോ? വൈഫിൻ്റെ പേര് ഗീത. ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് പട്ടാമ്പി എന്ന് പറയുന്ന സ്ഥലത്താണ്. പട്ടാമ്പിയിൽ അതും ഇതുപോലെ വലിയൊരു പാരമ്പര്യമുള്ള പൊളിറ്റിക്കലി എന്നും പറയാം, മറ്റു തരത്തിലും എല്ലാ തരത്തിലും ഒരു പാരമ്പര്യമുള്ള ഒരു വലിയൊരു ഫാമിലിയാണ് പട്ടത്ത് ഫാമിലി. പട്ടത്ത് ഫാമിലിയിൽ 5 ബ്രദേഴ്സ് വളരെ ഫേമസ് ആയ ആൾക്കാരായിരുന്നു. അവർക്ക് ഉള്ള ഏക സഹോദരിയുടെ പുത്രി ഗീത ആണ് ഞാൻ വിവാഹം കഴിച്ചിട്ടുള്ളത്. പട്ടാമ്പിയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്
സത്യം പറഞ്ഞാൽ ഒരു വിവാഹം കഴിച്ചതിന് ശേഷം മാത്രമാണ്. അതുവരെ എനിക്ക് പട്ടാമ്പിയായിട്ട് അത്രയധികം ബന്ധമില്ലായിരുന്നു. പിന്നെ ഞങ്ങളുടെ അവിടുന്ന് ഒരു 30 കിലോമീറ്ററോളം ദൂരമുണ്ട്. എനിക്കൊരു മോളാണുള്ളത്. മോള് അവളുടെ പേര് അമൃത മേനോൻ. എൻ്റെ പേര് ഡോക്ടർ അമൃത മേനോൻ. ഞാനിപ്പോൾ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യാണ് ഓർത്തഡോണ്ടിസ്റ്റായിട്ട്. ഞാൻ പഠിച്ചത് MBS ആണ്. സംഗീതം ചെറുപ്പം തൊട്ടേ എൻ്റെ വീട്ടിൽ ഉള്ളതാണ്. പക്ഷെ ഞാൻ സംഗീതം പഠിച്ചത് ശ്രീ കാവാലം സജീവ് സാറിൻ്റെ അടുത്താണ്. തിരുവനന്തപുരത്തായിരുന്നു എൻ്റെ ചെറുപ്പകാലത്തെ സംഗീത അഭ്യാസമൊക്കെ ഉണ്ടായത്. പിന്നെ ഒരുപാടൊന്നും ഞാൻ അങ്ങനെ കരിയർ വൈസ് ഞാൻ മ്യൂസിക്കിലേക്കൊന്നും പോയിട്ടില്ല. പഠിത്തമൊക്കെ ആയി പിന്നെ പ്രൊഫഷനൊക്കെ മാറിയതുകൊണ്ട് പിന്നെ ഞാൻ സംഗീതം കണ്ടിന്യൂ ചെയ്തില്ല. അതിൽ എല്ലാവർക്കും ഒരു വിഷമമുണ്ട്. സൂര്യകാന്തി സൂര്യകാന്തി സ്വർണ്ണം മകളുടെ ഹസ്ബൻഡും ഡോക്ടറാണ്. രണ്ടുപേരും സെയിം ഹോസ്പിറ്റലിൽ സൗദിയിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ഡോക്ടർ അക്ഷയ് മോഹൻ. ഞാൻ ഇവിടെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ എൻഡോഡോണ്ടിസ്റ്റാണ്. എൻ്റെ വീട് പ്രോപ്പർ കാലിക്കറ്റാണ്. എൻ്റെ ഫാദർ ബിസിനസ്സാണ്, അമ്മ ഹൗസ് വൈഫാണ്. പിന്നെ എനിക്കുള്ളതൊരു സിസ്റ്ററാണ് അഞ്ജലി. അവളുടെ ഹസ്ബൻഡ് രാജസ്ഥാനിൽ മേജറാണ്, മെഡിക്കൽ കോർപ്സിലാണ്. പിന്നെ നമ്മളിപ്പം വർക്ക് ചെയ്യുന്നത് ഞാനും എൻ്റെ വൈഫും സൗദി അറേബ്യയിലാണ്. നമ്മൾ അവിടെ നിന്നും ആക്ച്വലി മ്യൂസിക്കൊക്കെ വളരെ എൻജോയ് ചെയ്യാൻ പറ്റാറുണ്ട്. അതുപോലെ തന്നെ അച്ഛനെ സൗദിയിൽ വരുമ്പം നമ്മളെപ്പോഴും മ്യൂസിക്കൽ ഈവൻസൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പം പിന്നെ മോളും ഭയങ്കര മ്യൂസിക്കൊക്കെ എൻജോയ് ചെയ്യുന്നതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ മ്യൂസിക്കായിട്ട് എപ്പോഴും റിലേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. വളരെ ചുരുങ്ങി എല്ലാവരും പറയുന്ന പോലെ ഒരു മൈക്രോ ഫാമിലി തന്നെയാണ്. ഒരേ ഒരു മകൾ, അങ്ങനെയുള്ള ഒരു ജീവിതം. എന്തുകൊണ്ടാണ് ഇത്രയും ഒരു കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലം ഞാൻ പറയാൻ കാരണം, ഞങ്ങൾ മോളൊക്കെ പഠിച്ച് വളർന്നത് മുഴുവൻ ബാംഗ്ലൂരിലും തിരുവനന്തപുരത്തൊക്കെയാണ്. അപ്പോൾ തിരുവനന്തപുരത്താണ് ഞങ്ങളുടെ അവളുടെ കൂടുതൽ സ്റ്റഡി ഉണ്ടായിട്ടുള്ളത്. പിന്നെ അമൃത കോളേജിൽ പഠിച്ചു, അതുപോലെ SRM ഡെൻ്റൽ കോളേജിൽ പഠിച്ചു. അങ്ങനെ പഠനമൊക്കെ അങ്ങനെയായിരുന്നു. മകൾക്ക് ഒരു കുട്ടിയുണ്ട്. ആ കാര്യം ഞാൻ പ്രത്യേകം സന്തോഷത്തോടെ അറിയിക്കുകയാണ്. കാരണം അവളുടെ പേര് മിറായ മേനോൻ അക്ഷയ് എന്നുള്ളതാണ്. വളരെ പ്ലസൻ്റാണ്. സംഗീതം ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും സിത്താറും വയലിനൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ അവൾ വന്ന് കൂടെ പാടുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. ഒരു മുത്തച്ഛനായ സന്തോഷം ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം ഷെയർ ചെയ്യുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൂട്ടുകാർക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. പല മേഖലകളിൽ പ്രവർത്തിച്ച ഒരാളെന്നുള്ള രീതിക്ക് പല മേഖലകളിൽ നിന്നും കൂട്ടുകാരുണ്ടാവും. പ്രത്യേകിച്ച് ബാല്യകാലത്തിലെ കൂട്ടുകാരായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. ആ കൂട്ടുകാരെ പറ്റി ഒന്ന് പറയാമോ? വ്യക്തി ജീവിതത്തിലെ എൻ്റെ കൂട്ടുകാരെന്ന് പറയുമ്പോൾ ബാല്യം തൊട്ടൊരു പക്ഷേ തുടങ്ങേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ കളിച്ചു വളർന്നത് സമയത്ത് എൻ്റെ അയൽവാസി ഒരു ചന്ദ്രൻ മാസ്റ്റർ, ഇപ്പോൾ ചന്ദ്രൻ മാസ്റ്റർ വളരെ ഫേമസ് ആണ്. വലിയൊരു കർഷകനും അധ്യാപകൻ എന്നുള്ളതിലുപരി വളരെ ഈ കാർഷിക രംഗത്ത് ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയാണ്. ചന്ദ്രനായിരുന്നു എൻ്റെ കളിക്കൂട്ടുകാരൻ ശരിക്കും പറഞ്ഞാൽ. ഗ്രാമത്തിലെ കുട്ടിക്കാലവും ഗ്രാമബന്ധങ്ങളൊക്കെ വാസ്തവത്തിൽ നിന്ന് അതൊക്കെ വളരെ അന്യമായിക്കൊണ്ടിരിക്കുക. വളരെ ധന്യമായൊരു കുട്ടിക്കാലം നിറഞ്ഞു നിന്ന ഒരു ഗ്രാമത്തിൻ്റെ സൗന്ദര്യം കൊണ്ട് സമ്പന്നമായൊരു കുട്ടിക്കാലം അനുഭവിച്ചവരാണ് ഞാനും മുരളിയും. ഞാനും രണ്ട് വ്യക്തികളാണെങ്കിൽ കൂടി ഒരേ മനസ്സും ഒരേ ഇപ്പോഴും ആ വേവ് ലെങ്ത് കീപ്പ് ചെയ്തു പോകുന്ന വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള എൻ്റെ സ്നേഹപ്പെട്ട കൂട്ടുകാരനാണ് മുരളി. മനസ്സിലായില്ലേ? സംഗീതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടെടുക്കുകയും ഇന്നത്തെ വർണ്ണാഭമായ അല്ലെങ്കിൽ ആധുനിക സൗകര്യങ്ങളുടെയൊക്കെ ഉന്മാദങ്ങളില്ലാത്തൊരു കാലത്ത്
വളരെ ഗ്രാമത്തിലൂടെ കിലോമീറ്ററുകൾ താണ്ടിപ്പോയി വയലിനുമായി വന്നിരുന്ന മുരളിയുടെ ചിത്രമാണ്. രാത്രികാലങ്ങളിൽ ഒരുപക്ഷെ ഒരു കർഷക കുടുംബത്തിൻ്റെ ആളായി ഞാൻ ഇതേ വളരെ വൈകി പോകുമ്പോഴും ഇവിടുന്ന് വയലിൻ്റെ സംഗീതം കേൾക്കുമായിരുന്നു. ആ സംഗീതത്തിൻ്റെ ഉർവര തന്നെയാണ് ഈ ഗ്രാമത്തിലെ മുഴുവൻ സർഗസംഗീതങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്നും അത് നിലനിർത്താൻ ശ്രമിക്കുന്നു മുരളി എന്നുള്ളതിൽ വളരെ ധന്യമാണ്. ഈ ബന്ധം അങ്ങനെയുള്ളൊരു സർഗബന്ധമായിട്ട് ഇന്നും കാത്തു സൂക്ഷിക്കുന്നു. ഗ്രാമങ്ങളിൽ ഇത്തരം ബന്ധങ്ങൾ ഇല്ലാതെ പോകുന്ന ഈ കാലത്ത് ഇത്തരം ഡോക്യുമെൻറ്റേഷനുകൾ ഒരുപക്ഷെ ഒരു ചരിത്രത്തിൻ്റെ ഈടുവെപ്പുകളായിട്ട് നമുക്ക് മാറ്റാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം എൻ്റെ കലാജീവിതത്തിൽ ഒരുപാട് കൂട്ടുകാർ എനിക്കുണ്ടായിട്ടുണ്ട്. നിറഞ്ഞു നിൽക്കുന്ന ഒരു സൗഹൃദ ബന്ധം ത്തിൻ്റെ ഓർമ്മകളാണ്. പറയുകയാണെങ്കിൽ 1000 കൂട്ടുകാർ പറയാനുണ്ടെങ്കിലും ഒരു കൂട്ടുകാരനെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. എനിക്കെപ്പോഴും എനിക്കൊരു കലയുടെ ശക്തി പകർന്നു തന്ന വ്യക്തി എന്നുള്ള എനിക്ക് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് അക്കിത്തത്തിൻ്റെ മകൻ ദേവൻ എന്ന് പറയുന്ന ഒരു ചിത്രകാരനാണ്. അദ്ദേഹം വലിയ ഇൻ്റർനാഷണലി റെപ്യൂട്ടഡ് ചിത്രകാരനാണ്. ഇപ്പോൾ അഹമ്മദാബാദിലാണ്. ദേവൻ എനിക്ക് വലിയൊരു ദേവൻ്റെ ഓരോ ചലനവും ഒരു ഇൻസ്പിറേഷനായിരുന്നു. ഈ കൂട്ടുകാരിൽ നമുക്ക് കിട്ടുന്ന ഇൻസ്പിറേഷൻ, ചൈതന്യം എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനം. അതുകൊണ്ടാണ് ഞാൻ ദേവൻ്റെ കാര്യം എടുത്തു പറയുന്നത്. അതുപോലുള്ള ഒരാളാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ. തീർച്ചയായും ലീലാകൃഷ്ണൻ്റെ സാന്നിധ്യവും ലീലാകൃഷ്ണനുമായിട്ടുള്ള എൻ്റെ കലാരംഗത്തുള്ള പ്രത്യേകിച്ച് കഥാപ്രസംഗം, കവിത, സാഹിത്യം എല്ലാ മണ്ഡലത്തിലും ഉള്ള ഞങ്ങളുടെ അസോസിയേഷൻ ബന്ധം, അദ്ദേഹം വലിയൊരു പ്രതിഭയാണെന്ന്, സാംസ്കാരിക നായകനാണ്. അപ്പോൾ ലീലാകൃഷ്ണനെ ഞാൻ എൻ്റെ പഴയ കൂട്ടുകാരനായി ഞാൻ എന്നും സ്മരിക്കുന്നു. മുരളി മേനോൻ എന്ന പേരിൽ ഇന്ന് ലോകമറിയപ്പെടുന്ന ഈ അതിപ്രഗത്ഭനായ സംഗീതജ്ഞൻ വളരെ ഇളം പ്രായം തൊട്ട് എൻ്റെ കൂട്ടുകാരനാണെന്ന് പറയുന്നത് എൻ്റെ അഭിമാനമാണ്. എൻ്റെ ഗുരുനാഥനായിരുന്ന, ഞങ്ങളുടെ ഹെഡ്മാഷായിരുന്ന MT കുട്ടികൃഷ്ണമേനോൻ മാഷ്, അദ്ദേഹമാണ് എന്നെ സാഹിത്യത്തിൽ പിച്ചവെപ്പിച്ചത്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഹെഡ് മാസ്റ്ററുടെ മകൻ എന്ന ഭയബഹുമാനങ്ങളോട് കൂടിയാണ് മാസ്റ്റർ കൂടെ വന്നിരുന്ന മുരളി എന്ന കുട്ടിയെ കണ്ടിട്ടുള്ളത്. പിന്നീട് ഞങ്ങൾ കോളേജിൽ ഒന്നിച്ചായി. 15 വയസ്സ് മുതൽ മുരളി ജയ്പൂരിലേക്ക് പോകുന്നതുവരെ ഇണപിരിയാതെ ജീവിച്ച കൂട്ടുകാരായിരുന്നു ഞങ്ങൾ. എൻ്റെ കയ്യിൽ സംഗീതമായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ അത് മുരളി കൂടി തന്നതാണ്. ആ അർത്ഥത്തിൽ എൻ്റെ ഗുരുസ്ഥാനീയനായ സുഹൃത്താണ് മുരളി എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുക. ഞങ്ങൾ ഒന്നിച്ച് നടന്ന വഴികൾ വളരെ വലുതാണ്. മുരളിയുടെ 15-16 വയസ്സിൽ അമ്പിളി കലാസമിതിയിൽ ഷാ ഉസ്താദും യൂനസ് ഉസ്താദും മലബാറിലെ ഹിന്ദുസ്ഥാനി സംഗീത ചരിത്രത്തിലെ വളരെ പ്രഗത്ഭരായ 2 പേരുടെ ശിഷ്യനായിട്ടാണ് വയലിൻ പഠിച്ചു തുടങ്ങിയത്. അക്കാലത്ത് മലബാറിൽ ഹിന്ദുസ്ഥാനി സംഗീതം പ്രചരിപ്പിച്ച ഒരു വലിയ പരമ്പരയുണ്ടായിരുന്നു. ഉസ്താദ് ബിച്ചം ഉസ്താദ്, ഉസ്താദ് കാസർഗോഡ് സദക്കത്തുള്ള, ഉസ്താദ് ഗുൽ മുഹമ്മദ് സാഹിബ്, ഉസ്താദ് ജാൻ മുഹമ്മദ് സാഹിബ് തുടങ്ങി MS ബാബുരാജ് വരെയുള്ള ആ പരമ്പരയുടെ ഇങ്ങേ അറ്റത്തുണ്ടായിരുന്ന വേണ്ടത്ര മനസ്സിലാക്കപ്പെടാതെ പോയ 2 ഉസ്താദുമാരാണ് യൂനസ് ഉസ്താദും ഷാബായും. അവരുടെ പരമ്പരയിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ സംഗീത ചരിത്രത്തിലെ അവസാനത്തെ ബൊഹിമിയൻ സംഗീത പാരമ്പര്യത്തിലെ കണ്ണിയാണ് മുരളി. മുരളിക്ക് കിട്ടിയിട്ടുള്ളത് ആ ഒരു മഹാവൈഭവമാണ്. അതുപോലെ ആലങ്കോടുള്ള ഹരി, സന്തൂർ വാദകനായ ഹരി, സംഗീതം പഠിക്കണമെന്നൊന്നും ധാരണയൊന്നും ഇല്ലാതെ ലീലാകൃഷ്ണൻ്റെ കഥാപ്രസംഗത്തിൻ്റെ ഞങ്ങളുടെ നാടകങ്ങളുടെയൊക്കെ ഒപ്പം ഓർക്കസ്ട്രയായിട്ട് വന്നിരുന്ന തിരൂർ ഷാ ഉസ്താദ്, അവരുടെയൊക്കെ കൂടെ അന്ന് വയലിൻ വായിച്ചിരുന്നതാണ് മുരളി. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ സംഗീതത്തിൻ്റെ ഒരു മധുരം ആസ്വദിക്കുന്നത് ഞങ്ങളുടെ ഇവിടെ ഉള്ള ഒരു മനക്കിലിരുന്നുള്ള റിഹേഴ്സലിനാണ്. അന്ന് മുരളി വായിക്കുന്ന വയലിൻ കേട്ടിട്ട് ഞാൻ മുരളിയുടെ അടുത്താണ് ആദ്യമായിട്ടൊരു ഉപകരണം ടച്ച് ചെയ്യുന്നത്. അതിൽ മുരളിയുടെ വായനയുടെ മാധുര്യമാണ് പിന്നെ എന്നെ വയലിൻ പഠിക്കാൻ പ്രേരിപ്പിച്ചത്. ഭാർഗവേട്ടൻ എന്നോട് ചോദിച്ചപ്പോൾ ഏത് ഇൻസ്ട്രുമെൻ്റാണ് തീരുമാനിച്ചിട്ട് വാ എന്ന് പറഞ്ഞപ്പോൾ ഒന്നും ആലോചിക്കാതെ വയലിൻ എന്ന് പറയാൻ കാരണം മുരളി വായിച്ച വയലിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരു അമൃത തുല്യമായ സംഗീതമാണ്. വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും വളരെ ഗാഢമായിട്ട് സംഗീതത്തിനെ അറിഞ്ഞിട്ടുള്ള ആളാണ് മുരളി എന്ന് പിൽക്കാലത്ത് ഞങ്ങൾ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസിൽ മനസ്സിലായിട്ടുണ്ട്. പിന്നൊരിക്കൽ മുരളി ജയ്പൂർ പോയി. ജയ്പൂരിൽ നിന്ന് വരുമ്പോൾ ഗിറ്റാർ, ഒരു ഹവായിൻ ടൈപ്പ് ഒരു ഗിറ്റാർ മോഹനവീണ പോലെ വായിക്കുന്നത് കണ്ടിട്ട് ഞാനും ഒരു പഴയ ഗിറ്റാർ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് അതിൽ രാഗം ഞാനും ലീലാകൃഷ്ണനും മുരളിയൊക്കെ കൂടി ഇരുന്ന് ഇപ്പോഴത്തെ പോലീസ് സ്റ്റേഷൻ്റെ പിന്നിൽ ചെറിയൊരു ആശ്രമം എന്ന് ഞങ്ങൾ പേരിട്ട മുറിയിലിരുന്നിട്ടായിരുന്നു പ്രാക്ടീസ്. മുരളി പറഞ്ഞ പോലെ ഞങ്ങൾ തമ്മിൽ ഇരുന്നിട്ടുള്ള മ്യൂസിക്കൽ റിഹേഴ്സലുകൾക്കാണ് സുഖം.
വെറുതെ ഇരുന്ന് രാത്രി 8 മണിക്ക് ഇരുന്നാൽ രാവിലെ 4 മണി വരെ പ്രാക്ടീസ് ചെയ്യുക. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വീണ്ടും ഒന്നും കൂടി കിടന്നു എന്ന് വരുത്തി എണീറ്റ് വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. മുരളിയുടെ വീടും ലീലാകൃഷ്ണൻ്റെ വീടും എൻ്റെ വീടും എന്നൊക്കെ പറഞ്ഞ ഒറ്റ വീട് പോലെയായിരുന്നു. ഒരമ്മയ്ക്ക് പിറന്ന 3 മക്കൾ പോലെയാണ് ഞങ്ങൾ. ആ അമ്മമാരെയും ഞങ്ങൾ കണ്ടിരുന്നത്, അവരെല്ലാവരും ഞങ്ങളുടെ അമ്മമാരെയും ഒക്കെ കണ്ടിരുന്നത്. അങ്ങനത്തെ ഒരു വലിയ സൗഹൃദത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദമാണ് ഞങ്ങളുടെ സംഗീതത്തിൻ്റെ മുതൽക്കൂട്ട് എന്ന് പറഞ്ഞാൽ. വലിയ വലിയ ആളുകളുടെ അടുത്തൊക്കെ പഠിക്കാൻ പിന്നീട് ഭാഗ്യമുണ്ടെങ്കിലും എന്താണ് റൂട്ട് എന്ന് ചോദിച്ചാൽ റൂട്ട് ഈ ആലങ്കോട് ഗ്രാമത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു വീര്യം തന്നെയാണ്. അവിടെയൊക്കെ എവിടെ പോയിട്ട് നെഞ്ഞ് നിവർത്തി നിൽക്കാൻ വലിയ ഉസ്താദ്മാരുടെ അടുത്തായാലും എവിടെ നിന്നാണ് പഠിച്ചത്? ഭാർഗവേട്ടൻ്റെ അടുത്ത് നിന്നാണ്. ഷാ ഉസ്താദിൻ്റെ പരമ്പരയാണ്, യൂനസ് ഭായിയുടെ പരമ്പരയാണെന്ന് പറഞ്ഞിട്ട് കിട്ടിയൊരു ധൈര്യമാണ് ഞങ്ങൾ എന്ത് സംഗീതത്തിൽ നേടിയിട്ടുണ്ടെങ്കിലും അടിസ്ഥാനം അതാണ്. പിൽക്കാലത്ത് വന്നു ചേർന്ന അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് ഞാൻ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയുടെ അടുത്ത് എത്തിയെന്ന് മുരളി അവിടെ നിന്ന് കൃഷ്ണ ഭട്ട് അല്ലേ കൃഷ്ണ ഭട്ടിൻ്റെ അടുത്ത് ശശിമോഹൻ ഭട്ടും അവരുടെ വലിയൊരു പരമ്പരയാണ് ജയ്പൂരിലെ. അതിൻ്റെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ടിൻ്റെ അടുത്ത് നിന്ന് മോഹനവീണ പഠിക്കുന്നു. ഇതൊക്കെ വലിയ വലിയ ആൾക്കാരുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളു വിറയ്ക്കാത്തതിന് കാരണം ഷാ ഉസ്താദിൻ്റെ, യൂനസ് ഭായിയുടെ, ഭാർഗവേട്ടൻ്റെ ഒക്കെ പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിൻ്റെ ബാല്യസ്മൃതിയാണ് ഞങ്ങളുടെ മുതൽക്കൂട്ട്. ആ മുരളി എന്ത് വായിച്ചാലും ഏത് ഇൻസ്ട്രുമെൻ്റ് വായിച്ചാലും അതിൻ്റെ ഉള്ളിലൊരു രസം കുടുങ്ങി കിടക്കുന്നത്, ടെക്നിക്കുകളുടെ അപ്പുറത്ത് കിടക്കുന്ന ഒരു രസം, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, വായിച്ച് കേട്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതിൽ എക്സ്പെർട്ടാണ് മുരളി. മുരളി എനിക്ക് വളരെ പ്രചോദനമാണ്. ഞാൻ ക്ലാസിക്കൽ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് ക്ലാസിക്കൽ വായിക്കുമ്പോൾ മുരളി പറയും, ആ ഹരിയുടെ അടുത്ത് വായിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ കിട്ടിയെന്ന് പറയും. അങ്ങനെ അത്രയും ഞങ്ങൾ സഹോദര തുല്യമായിട്ട് തന്നെ നിൽക്കുന്ന ആൾക്കാരാണ്. അമ്പിളി കലാസമിതിയിലെ ഞാൻ അമ്പിളി കലാസമിതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ വയലിൻ ആദ്യമായി പഠിച്ചത് അമ്പിളി കലാസമിതിയിലാണ്, വട്ടംകുളം അമ്പിളി കലാസമിതിയിൽ. കുമാരൻ എന്ന് പറയുന്ന എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. കുമാരനാണ് എന്നെ അമ്പിളി കലാസമിതിയിലേക്ക് കൊണ്ടുപോകുന്നതും പൊന്നാനി കാണിക്കുന്നതും ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ എനിക്ക് കലയുടെ വഴിത്തിരിവുകൾ കാണിച്ചു തന്നൊരു വലിയ കലാകാരനാണ് കുമാരൻ. മറ്റു എൻ്റെ വളരെ വേണ്ടപ്പെട്ടൊരു സുഹൃത്ത്, പ്രചോദനം എന്നൊക്കെ പറയാവുന്നത് പി സുരേന്ദ്രൻ. ഇന്നത്തെ വലിയൊരു ചെറുകഥാകൃത്താണ്. ഇന്നത്തെ ആധുനിക ചെറുകഥയിലെ ഒരു ലീഡിങ് പേഴ്സണാലിറ്റിയാണ്. പിന്നെ പൊന്നാനി കോളേജിൽ പഠിക്കുമ്പോൾ ജയകൃഷ്ണൻ എന്ന ഗായകൻ, അദ്ദേഹം സിനിമയുടെ റിവ്യൂ ഗാനങ്ങളുടെ ഒരു നിരൂപകൻ കൂടിയാണ്, നല്ല ഗായകനാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരുപാട് ചരിത്രമുണ്ട്. പിന്നെ ജയ്പൂർ ജീവിതത്തിൽ ഞാൻ രാജസ്ഥാനിലായിരുന്നു കുറേ കാലം. ആ ജയ്പൂർ ജീവിതത്തിൽ എൻ്റെ കൂടെ ഞങ്ങൾ ഒരു അനവധി വേദികളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ഗായകനായിരുന്നു വിജയൻ നായർ എന്ന് പറയുന്ന ആൾ. തിരുവല്ലക്കാരനാണ് വിജയൻ. എൻ്റെ ആത്മസുഹൃത്താണ്. പിന്നെ ബാംഗ്ലൂരിൽ വന്നിട്ട് അവിടെയും കലാവേദികളിൽ നിറഞ്ഞു നിന്നിരുന്ന വലിയൊരു ഗായകൻ, കന്നഡ സിനിമകളിൽ പാടിയിരുന്ന മുരളി എന്ന് പറയുന്ന ഗായകൻ, ഡെന്നിസ് പോള്, ഗോപിയേട്ടൻ, അങ്ങനെ ഒരുപാട് കലാസുഹൃത്തുക്കൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ നിരകളിൽ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കോളേജ് ജീവിതത്തിലും ഒരുപാട് കൂട്ടുകാർ കലയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പൊന്നാനി MES കോളേജിലെ കൂട്ടുകാർ. കാരണം അവിടെ ഞാൻ കൂടുതലും പാട്ടിൽ എനിക്കൊരു തവണ 1ാം സമ്മാനം കിട്ടി ഒരു ലളിത ഗാനത്തിൽ. അതിനുശേഷം ഞങ്ങളൊരു മ്യൂസിക് ക്ലബ്ബൊക്കെ ഉണ്ടാക്കി കോളേജിൽ. പിന്നെ ഒരു ശശി എന്ന് പറയുന്നൊരു വയലിനിസ്റ്റ് ഉണ്ടായിരുന്നു. വയലിന് എനിക്ക് ആദ്യത്തെ ഞാൻ കണ്ട ഏറ്റവും വലിയ കലാകാരൻ എന്ന് പറയുന്ന ഒരു പക്ഷേ ശശിയായിരിക്കും. എൻ്റെ ഗുരുനാഥൻ ഭാസ്കരൻ മാഷയുടെ മകനായിരുന്നു, ബ്രദറായിരുന്നു ശശി. ശശി മുഹമ്മദ്, അങ്ങനെ കുറേ കലാകാരന്മാർ, മാതൃഭൂമിയിലെ ജയരാജൻ, അങ്ങനെ കുറേ സുഹൃത്തുക്കളുടെ ഒരു വിലയുണ്ട്. ഇതിനെല്ലാം ഉപരി ഏതാണ്ട് 24 വർഷത്തെ തിരുവനന്തപുരത്തെ ജീവിതം, അതൊരു കലാജീവിതവും ഓഫീസ് ജീവിതമൊക്കെ തന്നെ ആയിരുന്നെങ്കിലും ഒരുപാട് കൂട്ടുകാരെനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നത് എൻ്റെ വേണു അല്ലെങ്കിൽ സുരേഷ് കുമാർ എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരനാണ്. സുരേഷും കുടുംബത്തിനോടുള്ള കടപ്പാട് പറയാതിരിക്കാൻ വയ്യ. അത്രയും വലിയൊരു ബന്ധം എനിക്കുണ്ട്. എൻ്റെ കലയെ പ്രൊമോട്ട് ചെയ്യും എല്ലാ തരത്തിലും. വേണുവിൻ്റെ മകൻ വിഷ്ണു എൻ്റെ തബലിസ്റ്റായിരുന്നു. കുറേ കാലം ഞങ്ങൾ പല വേദികളിൽ, എത്രയോ വേദികളിൽ
വിഷ്ണു വായിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ വന്നിട്ട് എന്നെ ആദ്യമായി ദേവരാജ മാഷയുടെ അടുത്തേക്ക് കൊണ്ടുപോയൊരു കലാകാരനായിരുന്നു. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല, നമ്മുടെ ഹരിലാൽ എന്ന് പറയുന്ന തബലിസ്റ്റ്. അവിടുന്ന് തുടങ്ങണം ഒരുപക്ഷെ. കാരണം എനിക്ക് ഏറ്റവും ആദ്യത്തെ എക്സ്പോഷർ, മ്യൂസിക്കൽ എക്സ്പോഷർ, വളരെ വാല്യുബിളായുള്ളൊരു എക്സ്പോഷർ തന്നത് ഹരിലാലാണ്. ഹരിലാൽ തബല വായിക്കാൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. സിത്താറും തബലയും കൂടെയുള്ള ഒരു കോമ്പിനേഷൻ അതിസുന്ദരമാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ എന്നോട് പറഞ്ഞു, മുരളിയേട്ടാ ഇങ്ങനെ ഞാൻ ദേവരാജ മാസ്റ്റർ അവിടെ ഇടയ്ക്ക് വളരെ ആക്റ്റീവാണ്, മാസ്റ്റർ തബലിസ്റ്റാണ് ഹരി, അപ്പോൾ ഞാൻ വിവരങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു റെക്കോർഡിങ്ങിന് എന്നെ കൊണ്ടുപോയി ഹരി മാഷെ പരിചയപ്പെടുത്തുകയും റെക്കോർഡിങ് കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓഫീസിൽ നിന്ന് വീട്ടിൽ വരുമ്പോൾ എനിക്കൊരു കോൾ കിട്ടുകയാണ്. പിന്നെ ആരാണ് സംസാരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ ദേവരാജനാണ്. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, ദേവരാജൻ മാഷാണ് എന്നെ വിളിക്കുന്നതെന്ന്. കാരണം ഞങ്ങളുടെ ഓഫീസിലൊരു ദേവരാജൻ ഉണ്ടെന്നാണ് ഞാൻ. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ പെട്ടെന്ന് ശബ്ദം എനിക്ക് മനസ്സിലായി. നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ ഓഫീസെല്ലാം മറന്ന് ഞാൻ ദേവരാജൻ മാസ്റ്റർ അടുത്ത് പോയി. മാഷ് എനിക്ക് നോട്ട്സൊക്കെ എഴുതി തന്നു. നാളെ ഇതെല്ലാം പഠിച്ച് റെക്കോർഡിങ്ങിന് പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്കത് റെക്കോർഡ് ചെയ്യണം. തരംഗിണിയിൽ വെച്ചിട്ടാണ്, തരംഗിണിയിൽ വെച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അത് റെക്കോർഡ് ചെയ്യും. അങ്ങനെ മാസ്റ്റർ അവസാനത്തെ ഒരു ആൽബത്തിന് സിത്താർ വായിക്കാനുള്ള സൗഭാഗ്യം വീണ്ടും കിട്ടുകയുണ്ടായി. 3 റെക്കോർഡിങ്സിന് വായിച്ചു ഞാൻ. വിധു പ്രതാപും എല്ലാവരും ഉണ്ടായിരുന്നു അന്ന്. ഒരു ഗ്രൂപ്പ്, ഡോക്ടർ രശ്മി, കല്ലറ ഗോപൻ, എല്ലാ ഗ്രൂപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹരിലാൽ അതിന് പിന്നീട് ഞാനും ഹരിലാലും തമ്മിലുള്ള നിരവധി വേദികളിൽ ഞങ്ങൾ വായിക്കുണ്ടായി. ഇവിടെ തന്നെ തുടർന്ന് മഹേഷ് മണി, ജയകുമാർ, പിന്നെ ഹരി, 2 ഹരിമാർ നെയ്യാറ്റിൻകരയുള്ള, അങ്ങനെയുള്ള കുറേ കലാകാരന്മാരുടെ ആയിട്ടുള്ള ഹൃദയബന്ധത്തിനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൂട്ടുകാരായിട്ട് തന്നെയാണ് അവർ എന്നും. ഇവിടുത്തെ സജി കുമാർ, മുഖർശങ്ക് വായിക്കുന്ന സജി, വലിയ കടപ്പാടാണ് സജിയോടുള്ളത്. എത്രയോ വേദികളിൽ, ഡൽഹിയിലടക്കം ഞങ്ങൾ ഫ്യൂഷൻ നടത്തിയിട്ടുണ്ട്. 25 സംഗീതോപകരണങ്ങൾ കൊണ്ടുവന്ന് നബാർഡിൽ ഞങ്ങൾ മ്യൂസിക്കൽ ഫ്യൂഷൻ, സിത്താർ ഫ്യൂഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം, അതുപോലെ ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാം തന്നെ ഉത്രാട സന്ധ്യ എന്ന് പറഞ്ഞിട്ട് റോജൊക്കെ വീട്ടിലിടയ്ക്ക് വരാറുണ്ടായിരുന്നു, അടൂർ റോജൊക്കെ. അപ്പോൾ നമ്മുടെ സൗന്ദരരാജൻ വീണ വായിക്കുന്ന തിരുവനന്തപുരത്ത് ഞാൻ പറഞ്ഞില്ലേ, എല്ലാ സുധേന്ദു, എനിക്ക് പേര് മുഴുവൻ ഓർമ്മ വരുന്നില്ല, എല്ലാവരും എൻ്റെ കൂട്ടുകാരാണ്. സബീഷ് ബാല, അങ്ങനെ ഒത്തിരി കലാകാരന്മാർ, പി ഭാസ്കരൻ മാഷയുടെ അനുസ്മരണത്തിനൊക്കെ ഞങ്ങൾ പ്രോഗ്രാംസുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ TP ശാസ്ത്രമംഗലം, പ്രത്യേകിച്ച് പറയേണ്ട ചില വ്യക്തിത്വങ്ങളെ കൂടി ഞാൻ പറയുകയാണ്. TB ശാസ്ത്രമംഗലം ഞാൻ വേറൊരു നിരൂപകനായിട്ട് മാത്രമല്ല, ഞാൻ ചലച്ചിത്ര നിരൂപകനായിട്ട് M കൃഷ്ണൻ നായരുടെ പാരമ്പര്യമുള്ള ഒരു വലിയ ഗ്രേറ്റ് പേഴ്സണാലിറ്റി എന്ന് ഞാൻ പറയും. അത്ര വലിയൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. എൻ്റെ സിത്താർ കേട്ടിട്ട് ഞങ്ങളുടെ പ്രോഗ്രാംസിന് ഞാനും വീണും ഒക്കെ കൂടി എത്രയോ പ്രോഗ്രാംസിന് തന്നെ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ട്, പെർഫോം ചെയ്തിട്ടുണ്ട്. ശ്രുതിസാഗര എന്ന സംഘടനയുടെ പരിപാടികൾക്ക് തുടർച്ചയായിട്ട് തന്നെ അദ്ദേഹം വിളിക്കാറുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് പോകാറ്. അദ്ദേഹം എന്നെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനൊക്കെ ഉപരി ഞാൻ എൻ്റെ ഗുരുനാഥൻ്റെ സ്ഥാനത്ത് ഞാൻ വീണ്ടും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, B ശശികുമാർ സാറിൻ്റെ കാര്യം ഞാൻ ഇവിടെ വളരെ ബഹുമാനത്തോടെ സ്മരിക്കുകയാണ്. കാരണം B ശശികുമാർ സാറാണ് എനിക്ക് ഫൗണ്ടേഷൻ തന്നത്. ഓൾ ഇന്ത്യ റേഡിയോയിൽ ഓഡിഷൻ ചെയ്യാനും പിന്നീട് അത് പല റെക്കോർഡിങ്സിന് വായിക്കാനും വലിയ കലാകാരന്മാരെയൊക്കെ പരിചയപ്പെടാനൊക്കെയുള്ള വേദി ഒരുക്കിത്തന്ന B ശശി. അന്ന് ബാലഭാസ്കർ കുട്ടിയായിരുന്നല്ലോ. ബാലഭാസ്കറിനെ കാണാനും ഒരുമിച്ചിരുന്ന് കുറേ സംസാരിക്കാനും കളിക്കാനും ചിരിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ശശി സാറിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം സംഗീതത്തിൻ്റെ ഒരു ആചാര്യനും ഈശ്വര തുല്യനായിട്ടുള്ളൊരു കലാകാരനാണ്. രമേശ് നാരായണൻ, അങ്ങനെ കുറേ ആൾക്കാരുമായിട്ടൊക്കെയുള്ള ബന്ധപ്പെടാനുള്ള M ജയചന്ദ്രൻ, ഇങ്ങനെ തിരുവനന്തപുരത്ത് ഒരുപാട് ആചാര്യന്മാരുടെ കൂടെയുള്ള ബന്ധപ്പെടാനൊക്കെയുള്ള ഒരു അവസരം തിരുവനന്തപുരത്തെ ഞാൻ പ്രത്യേകിച്ച് മലബാറിൽ നിന്ന് വന്ന് ഹൃദയത്തിലേക്ക് നെഞ്ചിലേറ്റി ജീവിച്ച 24 വർഷം എനിക്ക് വലുതാണ്.
നബാർഡിലെ ജോലിയേക്കാൾ ഉപരി എനിക്ക് സംഗീതം തന്നെയായിരുന്നു. കാരണം ഓഫീസ് കഴിഞ്ഞാൽ ഞാൻ പ്രോഗ്രാമിലായിരുന്നു മിക്ക ദിവസങ്ങളിലും എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു കലാജീവിതം ഓഫീസ് ജീവിതമൊക്കെ വെച്ചിട്ട് തിരുവനന്തപുരത്തെ എൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം നാട്ടിലുള്ളതുപോലെ തന്നെ വളരെ വേരുറച്ചൊന്നും ആയിപ്പോയി എന്നുകൂടി ഞാനിവിടെ സ്മരിക്കുകയാണ്. പിന്നെ കലാരംഗത്ത് വീണ്ടും പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. തിരുവനന്തപുരത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ, ഒരുപാട് കലാപരമായ വേദികളും അവസരങ്ങളും ഉള്ളൊരു നാട്. മറ്റേത് ടൗണിനേക്കാളും ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ സാംസ്കാരിക സെൻറ്റർ തൃശ്ശൂരാണെന്നൊക്കെ പറയാറുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തുള്ള അത്രയധികം പരിപാടികളും മറ്റെവിടെയും നടക്കുന്നില്ല. അപ്പോൾ അതൊക്കെ എനിക്കൊരു വലിയൊരു ദൈവം തന്ന ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് തിരുവനന്തപുരത്ത് ജീവിക്കാൻ കഴിഞ്ഞത്. സുഖദുഃഖ സമ്മിശ്രമാണല്ലോ ജീവിതം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉണ്ട്. ഒരുപാട് ജീവിത അനുഭവങ്ങൾ ഉള്ള വ്യക്തി എന്ന നിലയ്ക്ക് സാറിന് എന്തെങ്കിലും വെറുക്കപ്പെട്ട നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് പറയാമോ? സത്യം പറഞ്ഞാൽ എനിക്ക് വെറുക്കപ്പെട്ട ഒരു നിമിഷത്തെക്കുറിച്ച് ഓർക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം സ്നേഹസമ്പന്നമായ ഒരു സംഗീത ജീവിതമായിരുന്നു എൻ്റെ. അതെൻ്റെ ഗുരുക്കളുടെ സിത്താർ തുടങ്ങിയത് ഞാൻ പറഞ്ഞില്ലേ, പണ്ഡിറ്റ് ശശിമോഹൻ ഭട്ട് സാറാണ് എൻ്റെ സിത്താറിൻ്റെ ഗുരുനാഥൻ. അദ്ദേഹം എനിക്കൊരു മത്സരത്തിന് 1ാം സമ്മാനം കിട്ടിയിട്ട് എന്നെ ആ വേദിയിൽ നിന്ന് പറഞ്ഞു, വീട്ടിലേക്ക് എന്നെ ഒന്ന് കൂടെ വരുന്നോ എന്നൊക്കെ ചോദിച്ച് കൊണ്ടുപോയതാണ്. അപ്പോൾ അന്ന് എനിക്ക് സമ്മാനം കിട്ടിയത് വയലിൻ വായിച്ചിട്ടാണ്. ഒരു തിലങ്ക് എന്ന് പറഞ്ഞ രാഗം ഞാൻ വയലിനിൽ വായിച്ചിട്ട് എനിക്ക് സമ്മാനം, ഓൾ രാജസ്ഥാൻ കോമ്പറ്റീഷനായിരുന്നു. അപ്പോൾ അത് മത്സരം നടത്തിയത് ദർശക് സംഗീത് സംസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥാപനമായിരുന്നു. അങ്ങനെയാണ് ശശിമോഹൻ ഭട്ട് സാറിനെ ഞാൻ അവിടെ വേദിയിൽ വെച്ച് കാണുകയും സാറ് എന്നോട് പറഞ്ഞു, നല്ല കൈയാണ്, നല്ലോണം വർക്ക് ചെയ്താൽ റിസൾട്ട് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വരൂ, നമുക്ക് കുറച്ച് നേരം അവിടെ ഇരിക്കാം എന്നൊക്കെ പറഞ്ഞ് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഒരു 25ഓളം സിത്താർ റൂമിൽ ഞാൻ കണ്ടു. ഒരു വലിയ ഹാളിൽ നിറച്ച് സിത്താർ ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഈ സിത്താർ ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും കാണുന്നത് ഇത്രയും, കാരണം അതൊന്ന് വായിച്ച് കേൾക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ വായിച്ച് കേൾപ്പിക്കണമെന്ന് ചോദിച്ചു എന്നോട്. വേറെ ആരുമില്ല, ഞാനും അദ്ദേഹം മാത്രമേ ഉള്ളൂ. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് വായിച്ചു. യമൻ രാഗം അദ്ദേഹം വായിച്ചത് ഞാൻ കേൾക്കുകയാണ്. അങ്ങനെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഏതോ ഒരു ലോകത്തിലേക്ക് ചെന്നെത്തിയ പോലെ തോന്നി. അത്രയും അനുഭൂതിയായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒരു സിത്താർ കേട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അത്രയും മെലോഡിയസ് ആയിട്ടാണ് അദ്ദേഹം വായിച്ചത്. ഞാൻ അത് കഴിഞ്ഞിട്ട് സാറിനോട് ചോദിച്ചു, സാറ് തെറ്റിദ്ധരിക്കരുത്, എനിക്ക് സിത്താർ കേട്ടിട്ട് ഞാൻ വയലിനെ മറക്കല്ല, പക്ഷെ സിത്താർ പഠിക്കാനുള്ളൊരു അഭിനിവേശ ആഗ്രഹം മനസ്സിൽ വന്നുപോയി, എനിക്കിത് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതിനെന്താ, വയലിൻ ഒരിക്കലും വിടരുത്, ഇവിടെ വന്നോളൂ, ഇത് എന്നും മുരളിക്ക് ഇവിടെ വരാം എന്ന് പറഞ്ഞിട്ട് സാറെന്നെ എൻ്റെ ഗുരുനാഥനാകുകയാണ് ഉണ്ടായിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിലെ ഈശ്വരനാണത്. കാരണം എനിക്ക് സിത്താർ കൊണ്ട് ഒരുപാട് വ്യക്തിപരമായ ഒരുപാട് ഗുണങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു മെഡിറ്റേഷൻ പോലെ മെഡിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻ്റാണിത്. സിത്താർ എന്ന് പറയുന്നത് ഒരു മെഡിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻ്റാണ്. എൻ്റെ ഫേഷ്യൽ പാൾസി അസുഖത്തിനൊക്കെ എനിക്കൊരു മരുന്നായിട്ടുള്ളത് എൻ്റെ സാധാരണ മെഡിസിനേക്കാൾ ഉപരി ഈ സിത്താർ സംഗീതമാണ്. ആ സംഗീതത്തിൽ നിന്ന് കിട്ടിയുള്ള ഒരു എനർജിയും ഒരു ഹാർമണിയും ഒരു പീസ് ഓഫ് മൈൻഡൊക്കെ മറ്റൊന്നിൽ നിന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഗുരുനാഥൻ എനിക്ക് ഒരുപക്ഷെ ഈശ്വരനായിട്ട് കാണേണ്ടി വരും. ശശിമോഹൻ ഭട്ട് സാറിനെ ഞാൻ എന്നും പ്രണമിക്കുന്നു. ഒരു സംഗീതജ്ഞൻ എന്ന നിലയ്ക്ക് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം ഏതാണ്? അതിനൊരു 2 വരി മൂളാമോ? സാമ്യമകന്നൂരു ധ്യാനമേ കൽപ്പകോ ധ്യാനമേ നിന്റെ കഥകളി മുദ്രയാം കമലദളത്തിലും ദേവിയുണ്ടോ ദേവി സാമ്യമകന്നൂരു ധ്യാനമേ. നീണ്ട കലാസപര്യയിലൂടെ നമുക്ക് നന്മയുടെ വഴികൾ കാണിച്ചു തന്ന സാറിനും കുടുംബത്തിനും എൻ്റെ വ്യക്തിപരമായ പേരിലും
EN24 ന്യൂസ് ചാനലിൻ്റെ പേരിലും ആശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.